പത്താം സ്ഥലം ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നാഥ, എനിക്ക് കുരിശെടുക്കണമെന്നുണ്ട്, അങ്ങയെ അനുഗമിക്കണമെന്നുമുണ്ട്. പക്ഷേ എല്ലാം ഉപേക്ഷിക്കുക, അതെന്നെ ഭയപ്പെടുത്തുന്നു. എപ്പോഴും എന്തെങ്കിലും കുറെ സ്വന്തമായി സൂക്ഷിക്കാനാണ് എൻ്റെ വ്യഗ്രത. എൻ്റെ സ്വാർത്ഥമോഹങ്ങൾ അവ രഹസ്യമായി ഞാൻ സൂക്ഷിക്കുന്നു. ആരും കാണാതെ എൻ്റെതായി സൂക്ഷിക്കുന്നതെല്ലാം അങ്ങിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നവയാണ്. അവയെല്ലാം ഞാൻ ഉപേക്ഷിച്ചേ ഒക്കൂ. അത് മരണമാണ്, അങ്ങിൽ ജീവൻ പ്രാപിക്കാനുള്ള മരണം. നാഥ, അതാണ് ഏറ്റവും വലിയ വിലയിട്ടതെന്ന് എന്ന് ഓർക്കുവാൻ എനിക്ക് കഴിയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നാഥ, കാൽവരിയിലെന്നും ലോകം മുഴുവനിലും മുഴങ്ങിയ ആ ചുറ്റിക അടിയുടെ ശബ്ദം പാപകരമായ എൻ്റെ ഹൃദയത്തിലും പ്രതിധ്വനിച്ചിരുന്നെങ്കിൽ എന്നും കുരിശെടുത്ത് അങ്ങയുടെ പിന്നാലെ വരാനല്ലേ അങ്ങ് ആഗ്രഹിക്കുന്നത്. എന്നും കാൽവരിയിലേക്ക്, എന്നും കുരിശിലേക്ക്. കയ്പും മധുരവുമുള്ള എൻ്റെ ജീവിതം, കുരിശിൽ കൊണ്ട് തീർത്ത എൻ്റെ ജീവിതം, അതിലോരോ നിമിഷവും കാൽവരിയിൽ പിടയുന്ന അങ്ങയെ നോക്കി ജീവിക്കാനുള്ളതാണെന്ന് ഞാൻ ഓർത്തിരുന്നെങ്കിൽ അപ്പോൾ നിരാശ പ്രത്യാശയായി മാറും, സന്താപം സന്തോഷമായി പടരും. ഞാനെന്ന് കാൽവരിയിൽ നോക്കി കുരിശെടുത്താൽ എന്നും വഴിയിൽ അങ്ങയെ കണ്ടുമുട്ടും. കുരിശിൽ പിടയുന്ന അങ്ങയുടെ മുഖം എൻ്റെ കൺമുമ്പിൽ നിന്നും ഒരിക്കലും മായാതിരിക്കട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സ്ഥലം ഈശോ കുരിശിൽ മരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നാഥ, അങ്ങ് കുരിശേറിയത് എന്തിനാണെന്ന് ഞാൻ എപ്പോഴും ഓർത്തിരുന്നെങ്കിൽ അങ്ങ് സത്യം പറഞ്ഞു, അങ്ങ് നീതിക്ക് വേണ്ടി ഒച്ച വെച്ചു, അത് നന്മകൾക്ക് വേണ്ടി ദാഹിച്ചു, അങ്ങ് സ്നേഹത്തെ ഏറ്റവും ഉയരത്തിൽ പ്രതിഷ്ഠിച്ചു. ഇതെല്ലാം കൊടുത്ത് അങ്ങ് വാങ്ങിയതല്ലേ ഈ കുരിശ്. എനിക്കിതെല്ലാം ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിന് കൊടുക്കേണ്ട വില എന്നെ ഭയപ്പെടുത്തുന്നു. ഞാനും സ്വാർത്ഥനാകുമ്പോൾ, ഭീരുവാകുമ്പോൾ കുരിശിന്റെ വിജയകഥ ഞാൻ മറക്കുന്നു. ഒരിക്കലും നഷ്ടധൈര്യനാകാതെ സുവിശേഷ ദൗത്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ പ്രതിജ്ഞ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ലോകമെല്ലാം ആ കുരിശിൻ കീഴെ പ്രണമിച്ച് നിൽക്കുകയാണ്. അത് വിജയത്തിന്റെ മഹത്തായ പ്രതീകമാണ്, ജീവന്റെ അച്ചാരമാണ്. ഈ മഹത്തായ സത്യം ഒരിക്കലും മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുവാൻ എനിക്കങ്ങ് കൃപ നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ,
ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പരിശുദ്ധ അമ്മേ, ദുഃഖത്തിന്റെ പര്യായമായ അങ്ങയുടെ ഹൃദയത്തിന്റെ ആഴമളക്കുവാൻ ആർക്കാണ് കഴിയുക? അങ്ങയുടെ ദിവ്യസുതൻ എനിക്ക് വേണ്ടി അർപ്പിച്ച ബലി ഞാൻ പലപ്പോഴും നിഷ്ഫലമാക്കുന്നു. എന്റെ പോരായ്മകൾ മകരിൽ നിന്നും എന്നെ അകറ്റുന്നു. അപ്പോഴെല്ലാം അങ്ങയുടെ സഹായത്തിന് എത്തണമേ. പാപിയെങ്കിലും ഞാനും അങ്ങയുടെ മകനല്ലേ? അങ്ങ് മാത്രമല്ലേ എന്റെ സംഗീതം. തിരുക്കുമാരന് മടിയിൽ ചേർത്തതുപോലെ എന്നെയും ചേർക്കണമേ. ഞാൻ എൻ്റെ പരാജയങ്ങളോർത്ത് ലജ്ജിക്കട്ടെ, എൻ്റെ പാപങ്ങളോർത്ത് വിലപിക്കട്ടെ. അങ്ങനെ എനിക്ക് വേണ്ടി മരിച്ച മകൻ എൻ്റെ ഹൃദയത്തിൽ എന്നെ ജീവിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാഥന്റെ ദിവ്യദേഹം സംസ്കരിച്ചിടും ശിഷ്യരിതാ, പാപത്തിൽ ആത്മാവിനെ താഴ്ത്തിയതല്ലയോ ഇതിൽ കാരണമോർപ്പിൻ, താഴ്ത്തിയതല്ലയോ ഇതിൽ കാരണമോർപ്പിൻ. 16-ാം സ്ഥലം. ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നാഥ, ആ കല്ലറയില് എല്ലാം അവസാനിച്ചെന്നവർ കരുതി. ആ കല്ലറ അങ്ങയുടെ പരാജയത്തിന്റെ പര്യായമായിരുന്നു. നിത്യജീവൻ വാഗ്ദാനം ചെയ്തവൻ കല്ലറയിൽ അവസാനിക്കുകയോ, ലോകത്തിന്റെ പ്രകാശമെന്ന് അവകാശപ്പെട്ടവൻ കല്ലറയുടെ അന്ധകാരത്തിൽ വിലയിക്കുകയോ ഒരിക്കലുമില്ലെന്ന് എനിക്കറിയാം. 3-ാം ദിവസം ശൂന്യമായ കല്ലറ ഭൂമിയുടെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ്. തിന്മയെ ജയിച്ച നന്മയുടെ പ്രതീകം, അനീതിക്കെതിരെ നീതി നേടിയ വിജയത്തിന്റെ പ്രതീകം, അന്ധകാരം തുടച്ചു നീക്കിയ പ്രകാശത്തിന്റെ പ്രതീകം. ആ കല്ലറ മൂടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇവിടെ സത്യമേ ജയിക്കൂ, സ്നേഹമേ നിലനിൽക്കൂ എന്നല്ലേ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അങ്ങനെ ശൂന്യമായ കല്ലറ എനിക്കെന്ന് ധൈര്യമേകട്ടെ. പരാജയത്തില് എന്നെ കൈപിടിച്ച് നടത്തട്ടെ. നാളെ തീർച്ചയായും വരാനിരിക്കുന്ന വിജയത്തിലേക്ക്, എന്നെ കാത്തിരിക്കുന്ന മഹത്വത്തിലേക്ക്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മാതാവേ, ഞങ്ങൾ ചെയ്ത പുണ്യയാത്രയിൽ വന്നു പോയ തെറ്റുകളെ നീക്കിയത് നിന്റെ പുത്രനിഷ്ടമുള്ളതാക്കി തീർക്കളേ, നിന്റെ പുത്രനിഷ്ടമുള്ളതാക്കി തീർക്കളേ.
കുരിശിന്റെ വഴി, അതിന്റെ സമാപനം കാൽവരിയിലല്ല, മുദ്രവച്ച കല്ലറയിലുമല്ല, ഉദ്ധാനത്തിന്റെ മഹത്വത്തിലാണ്. ലോക ജീവിതത്തിന്റെ വഴിയും കാൽവരി കയറി മഹത്വത്തിൽ എത്തിക്കണം. മരണത്തെ ജയിച്ച ദിവ്യനാഥ, അങ്ങയുടെ ഉദ്ധാനം എൻ്റെ ജീവന്റെ അച്ചാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ കല്ലറ പൊട്ടിപ്പിളർന്നപ്പോൾ അങ്ങേക്ക് വേണ്ടി സ്വർഗം തുറക്കുകയായിരുന്നല്ലോ. പാപമംഗലമായ എൻ്റെ ജീവിതത്തെ എന്നും അങ്ങയോട് കൂടി ക്രൂശിലേറ്റുവാനും അങ്ങയുടെ പ്രസാദഫലത്തിലൂടെ പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് എന്നെ കല്ലറയിൽ നിന്ന് ഉയർത്തി നിൽക്കുവാനും ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അങ്ങയുടെ ഉദ്ധാനത്തിന്റെ ശക്തിയും സമാധാനവും കൊണ്ട് എൻ്റെ ജീവിതത്തെ എന്നും സമ്പന്നമാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ